ജീസസ് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പ യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ അങ്ങേക്ക് സ്തോത്രം അപ്പ, അങ്ങേക്ക് സ്തോത്രം അപ്പ. യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ മഹത്വം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം, 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ വചന കൂട്ടായ്മയിൽ തിരുവചനം ഘോഷിക്കാനായിട്ട് വീണ്ടും കർത്താവ് ഒരുക്കി തന്ന ഒരു നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ വചന ഘോഷണത്തിനായിട്ട് ഒരു സന്ദർഭം ഒരുക്കി തന്ന പ്രിയ സാജിബ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ആരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവ ബഹുലമായ ഒരു ലോകത്തിൽ ആയിരുന്നു നിങ്ങളും ഞാനും ഒക്കെ. എന്നാൽ കർത്താവ് നമ്മളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ നമ്മെ കൺമണി പോലെ പാതുകാത്ത് വഴി നടത്തി ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളാക്കി നമ്മളെ തീർത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കാം. അതിനു മുൻപായി പ്രിയരെ, ഒരു കന്നഡ സോങ് ഒന്ന് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പാടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി വചന ധ്യാനത്തിലേക്ക് കടക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഇന്നത്തെ വചനം നിങ്ങൾക്കുള്ളതായിരിക്കട്ടെ. അനുഗ്രഹവും നന്മയുമായി മാറട്ടെ. വചനത്തിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെടുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പഴയ ഒരു ഗാനത്തിൻ്റെ, അത് പഴയ മലയാള ഗാനത്തിൻ്റെ തമിഴ് ആണ്. സോ അറിയാവുന്നവർ എന്നോട് ചേർന്ന് നിങ്ങൾക്കും പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം വരുവാനുള്ളവരും കടന്നു വരട്ടെ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രീയേശുനാമ അതിശയനാമ പാപികയിൽ പാദനാമ. ശ്രീയേശുനാമ അതിശയനാമ പാപികയിൽ പാദനാಮ. ಪಾಪ ಪರಿಹಾರಕ್ಕಾಗಿ ಪಾಪಿಗಳ ಮುಡುತ್ತಿ ಧರಣಿಗೆ ಬಂದ ನಾಮ. ಪಾಪ ಪರಿಹಾರಕ್ಕಾಗಿ ಪಾಪಿಗಳ ಮುಡುತ್ತಿ ಧರಣಿಗೆ ಬಂದ ನಾಮ. ಪಾಪರಹಿತ ಜೀವನದ ಮಾಧುರ್ಯ ತೋರಿಸಿ ಪರಿಶುದ್ಧ ಪುಣ್ಯನಾಮ. ಪಾಪರಹಿತ ಜೀವನದ ಮಾಧುರ್ಯ ತೋರಿಸಿ ಪರಿಶುದ್ಧ ಪುಣ್ಯನಾಮ. ಶ್ರೀಯೇಸು ನಾಮ അതിശയ നാമ പാപികെ പാദനാമ. ശ്രീയേസു നാമ അതിശയ നാമ പാപികെ പാദനാമ. ಎಲ್ಲ ನಾಮದಲ್ಲಿಯೂ ಮೇಲಾಡ ನಾಮ ಯೇಸುವಿನ ದಿವ್ಯ ನಾಮ. ಎಲ್ಲ ನಾಮದಲ್ಲಿಯೂ ಮೇಲಾಡ ನಾಮ ಯೇಸುವಿನ ದಿವ್ಯ ನಾಮ. സർവജനരെല്ലാം അടവിടു സ്തോത്രമായി, സർവജനരെല്ലാം അടവിടു സ്തോത്രമായി ഹർഷവിന്ദ് അടുവനാമ. ശ്രീയേസു നാമ അതിശയ നാമ പാപികയിൽ പാദനാമ. ശ്രീയേസു നാമ അതിശയ നാമ ಪಾಪಿಗೆயின் ಪಾದನಾಮ. ಲೆಕ್ಕವಿಲ್ಲದಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ನನಗಾಗಿ ಬಂದ ನಾಮ. ಲೆಕ್ಕವಿಲ್ಲದಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ನನಗಾಗಿ ಬಂದ ನಾಮ. ಅನ್ಯರೆಂದು ತಲ್ಲಾಡನ್ನು ಧನ್ಯನಾಗಿ ಮಾಡನು ಉನ್ನತನ ಪುಣ್ಯನಾಮ. ಅನ್ಯರನ್ನ ತಲ್ಲಾಡನ್ನು ಧನ್ಯನಾಗಿ ಮಾಡನು ಉನ್ನತನ ಪುಣ್ಯನಾಮ.
அதிசய நாமம் பாபிகையின் பாத நாமம் ஸ்ரீயேசு நாமம் அதிசய நாமம் பாபிகையின் பாத நாமம் எல்லா நாமத்திலையும் மேலாட நாமம் இயேசுவின் திவ்ய நாமம் எல்லா நாமத்திலையும் மேலாட நாமம் യേശുവിൻ ദിവ്യ നാമം സർവജനരെല്ലാം അടപിട് സ്തോത്രമായി സർവജനരെല്ലാം അടപിട് സ്തോത്രമായി ഹർഷവിന്ദ ആടുവ നാമ ശ്രീയേശു നാമ അതിശയ നാമ പാപികയിൻ പാദനാമ ശ്രീയേശു നാമ അതിശയ നാമ പാപികയിൻ പാദനാമ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ ഈ വൈകിയ വേളയിൽ അപ്പച്ചന്റെ പൊന്നുപാദപീഠത്തിലേക്ക് അടിയങ്ങൾ താണ്ടിരിക്കട്ടെ, കടന്നു വരട്ടെ കർത്താവേ. സംഭവ ബഹുലമായ ഒരു ലോകത്തിൽ ഞങ്ങളായിരുന്നു കർത്താവേ. ഞങ്ങളെപ്പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചവരിൽ പലരും മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അനേകം തീരാ രോഗികളായി ഹോസ്പിറ്റലും മറ്റുമൊക്കെയായി അഭയം പ്രാപിച്ചു കൊണ്ടിരുന്നു. മറ്റു പലരും അകാല മരണങ്ങൾക്ക് ഇരയായി തീർന്നപ്പോഴും ചാരവും പുഴുക്കളുമായിരിക്കുന്ന കൃമികളായിരിക്കുന്ന ഒന്നുമില്ലാത്ത ഞങ്ങളെ കർത്താവ് അവിടെ ഇവിടെയായി കാത്തു സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ കർത്താവ്. ഞങ്ങളുടെ ആരുടെ പുണ്യപ്രവൃത്തികളോ നീതി പ്രവൃത്തികളോ ഒന്നും അല്ല കർത്താവ്. പിന്നെ അപ്പച്ചന്റെ ഞങ്ങളോടുള്ള സ്നേഹവും കരുതലും മാത്രമാകയാൽ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്ന് ഈ വൈകിയ വേളയിൽ കർത്താവെ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു കർത്താവെ. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ പാദപീഠത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടു കൂടി ആരെങ്കിലും വചനത്തിന്റെ മുൻപിലായിരിക്കുന്നു എങ്കിൽ ഇന്നത്തെ വചനം അവർക്കൊരാശ്വാസവും വിടുതലുമായി മാറണം. സമാധാനത്തിന്റെ പ്രഭുവായവനെ കൂടെ ഇരുന്ന് എല്ലാവരെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം കർത്താവെ. മാറത്ത പങ്കച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്നത്തെ വചനത്തിന്റെ മുൻപിൽ ഉണ്ടാകുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ, സകല നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, വീണ്ടും തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആരുടെയും എടുക്കോ കഴിവോ അന്തസ്തോ അഭിമാനമോ ഒന്നും അല്ല എൻ്റെ പ്രിയരെ. ഒരു പുകഴ്ചയും നമുക്ക് പറയുവാനില്ല. അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ കരുതലും മാത്രമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു എങ്കിൽ അത് കർത്താവിൻ്റെ വലിയ കൃപ, നമ്മളോടുള്ള ദയവ് മാത്രമാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന ഒരു ആമേൻ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിൽ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിയരെ, ഒരു അല്പനിമിഷം തിരുവചനമായി ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ആണ്ടവരുടെ രക്ഷകനുമാകിയ യേശു கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். ஆம், கர்த்தருக்குள் பிரியமானவர்களை நம்மை போலே வாழலாம் என்று நினைத்தவர்கள் எத்தனையோ பேர்கள் மரணப்பட்டு போனார்கள். எத்தனையோ பேர் வியாதியின் மத்தியே வாழ்ந்து கொண்டிருந்தார்கள். ஆம், கர்த்தர் பிள்ளையே, தேவனாகி கர்த்தர் தாமே நம்மை கண்ணின் கண்மணி போலே பாதுகாத்தார் அல்லவா? நிச்சயமாகவே அவரை நாம் துதிக்க வேண்டும். அவருடைய வருகை சமீபமாய் இருக்கிறதான நாட்கள் இதான். ஆம் பிரியமானவர்களே, ஒவ்வொரு நிமிடமும் அவருடைய வருகைக்காக நாம் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. ஆனபடினால் வாருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ഈ പകൽക്കാല പ്രിയ ദൈവമക്കളെ, ഒരല്പ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. എന്താണ് പുറത്തു കൊണ്ടുവരുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, പലവിധമാകുന്ന വിഷയങ്ങളിൽ പുറത്തു വരുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന പല
സഹോദരങ്ങളെ കുറിച്ച് ഇന്നത്തെ വചനം അവർക്കുള്ളതാണ്. മാത്രമല്ല ദൈവമക്കളെ പരിശുദ്ധാത്മാവിന് വ്യക്തമാക്കുവാൻ കഴിയുന്നതാ. നീ കുടുങ്ങിക്കിടക്കുന്ന ഏതവസ്ഥയായിരുന്നാലും അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ നീ താണിരിക്കുന്നുവോ കുഞ്ഞെ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ സർവശക്തനായി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ കാമൻ പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ഏറ്റെടുക്കുന്ന ദൈവജനത്തിന് വിടുതല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു വേദഭാഗം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കോട് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലികെട്ടി അടച്ചു, എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരുന്നു. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലികെട്ടി അടച്ചു, എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരുന്നു. പ്രിയ ദൈവ പൈതലെ, ചരിത്രം പരിശോധിക്കുമ്പോൾ BC 586 യെരുശലേം തകർക്കപ്പെട്ടു, സകല യഹൂദന്മാരും ചിതറടിക്കപ്പെട്ടു എന്ന ചരിത്രം വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ആകയാൽ പ്രത്യേകിച്ച് ബാബിലോൺ അടിമത്വം ഇസ്രായേലിൽ മേൽ സംജാതമായിരുന്ന ഒരു കാലഘട്ടം കൂടെയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, പ്രവാചകനായ യിരെമ്യാവിന്റെ വിലാപ കാവ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് തന്നെ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, വിലാപങ്ങൾ സങ്കടത്തിൽ ആരംഭിക്കുന്നു എങ്കിൽ എന്റെ പ്രിയരെ അവസാനിക്കുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളിലാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ യിരെമ്യാവ് പറയുന്നത്, എനിക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, എനിക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. അക്ഷരാർത്ഥത്തിൽ യിരെമ്യാവിന് പുറത്തു വരുവാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന വചനം വ്യക്തമാക്കുന്നു. യിരെമ്യാവിന്റെ ആയുഷ്കാലത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രിയരെ, ഏതാണ്ട് 81 വർഷക്കാലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏതാണ്ട് 40 വർഷത്തോളം യിരെമ്യാവ് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ബന്ധനത്തിൽ ആയിരുന്നു എന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. BC 650 തുടങ്ങി 57 വരെയുള്ള കാലഘട്ടം യെരുശലേം തകർക്കപ്പെട്ട് ഒരു വർഷം കൂടെ, അതായത് ദൈവമക്കളെ, യിരെമ്യാവ് ബന്ധനങ്ങളിലും കാരാഗ്രഹങ്ങളിലും ആയിരുന്നു എന്നത് ചരിത്രം വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, സിദക്കിയാവ് രാജാവ് അരമനയുടെ കാവൽപ്പുറ മുറ്റത്ത് താൻ എന്ത് ചെയ്തിരുന്നു എന്നറിയാമോ? കഴിഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയ ദൈവ പൈതലേ, എത്ര കഴിവുള്ളവനും എത്ര പരിജ്ഞാനമുള്ളവനും ആയിരുന്നാലും പ്രിയരെ, അല്ലെങ്കിൽ പുറത്തിറങ്ങുവാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ തകർന്നു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാടുണ്ട്, പക്ഷേ അവർക്ക് എന്തില്ല? സമാധാനമില്ല. അവർക്ക് പുറത്തിറങ്ങുവാൻ അവർക്ക് സമാധാനമില്ല. ചിലർക്കോ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരു നല്ല ആഹാരം പോലും കഴിക്കുവാൻ കഴിയാത്ത തരത്തിൽ അവരായിരിക്കുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ, ദൈവമക്കളെ, എത്ര വേദനാജനകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളെ പോലൊക്കെ ഉള്ളവരൊക്കെ മതിയല്ലേ, നമുക്കൊക്കെ ദൈവത്തിന്റെ കൃപയാൽ ഒരു കുഴപ്പവും അങ്ങനെ ഇല്ല, ഏതാഹാരവും നമുക്ക് കഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. എന്നാൽ എന്റെ പ്രിയ ദൈവമക്കളെ, പലരും പലവിധമാകുന്ന വിഷയങ്ങളിൽ കുടുങ്ങി കിടക്കുക. ചിലരോ സാമ്പത്തികമായിട്ട് കടബാധ്യതകൾ കാരണമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, വെളിയെ തല കാണിക്കുവാൻ പോലും പറ്റാത്ത തരത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ വന്നാൽ പോലും ഭയപ്പെടുന്നവരെ കാണുവാൻ കഴിയുന്നു. കാരണം ഏതെങ്കിലും കടംകാരൻ കടം ചോദിക്കുവാനായിരിക്കുമെന്ന് ഭയപ്പെട്ട് ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാത്ത എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. കുടുങ്ങി കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ചിലരോ പ്രിയരെ, കുഞ്ഞുങ്ങളുടെ തലമുറയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവർ, തലമുറയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വന്ന രോഗത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ആ രോഗം മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കാൻ
കിടക്കുന്ന, രോഗബന്ധനത്താൽ കുടുങ്ങിക്കിടക്കുന്ന പലരെയും കാണുവാൻ കഴിയുന്നു. സഹോദരനെ, സഹോദരിയെ, ഇന്ന് പകൽക്കാലം വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക. നീ ഏത് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുവോ, ദൈവമായി കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടെ വചനത്തിന് മുൻപിലായിരിക്കുക, കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നമുക്കറിയാം, ചില ഭക്തന്മാരുടെ ജീവിതത്തിൽ പുറത്തിറങ്ങുവാൻ കഴിയാതെ ചില സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ ചില ഭക്തന്മാരെ കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയരെ, യിരെമ്യാവ് 2 കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് വേലി കെട്ടി അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വേലി കെട്ടി ഇരിക്കുന്നു. രണ്ടാമതായിട്ട് ചങ്ങല കെട്ടിയിരിക്കുന്നു. ഈ 2 കാര്യമാണ് ഇവിടെ യിരെമ്യാവ് വ്യക്തമാക്കുന്നത്. പ്രിയരെ, വേലിക്കെട്ട് എന്നത് ഒരു വ്യക്തിയെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ഒരു വിഷയം അല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണത്? ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ മൊത്തമായി കെട്ടുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പല പ്രിയപ്പെട്ടവരും പലവിധമാകുന്ന വേലിക്കെട്ടുകളുടെ നടുവില. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ എല്ലാം കൂടെ പെർഫെക്റ്റാ, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു സങ്കടവും ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ ദൈവ പൈതലെ, ഏതെങ്കിലും ഒരു തരത്തിൽ നീ വേലിക്കെട്ടിനകത്ത് അടയ്ക്കപ്പെട്ട വ്യക്തിയായിട്ട് കഴിയുകയല്ലേ? അതായത് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ചില വേലിക്കെട്ടുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞേ, ഇന്ന് വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വാസത്തോടുകൂടെ ദൈവജനം ഹല്ലേലൂയ ഏറ്റെടുത്താട്ടെ. എന്നെ എന്റെ കഷ്ടത്തിൽ നിന്ന്, എന്റെ പ്രയാസത്തിൽ നിന്ന്, എന്റെ പ്രതികൂല മേഖലയിൽ നിന്ന് എന്റെ ദൈവം ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, എന്താണ് വേലിക്കെട്ട് എന്ന് പറയുന്നത്? ചില സ്ഥലങ്ങൾക്കുള്ള വേലിക്കെട്ട്, ചില കുടുംബത്തിനകത്തുള്ള വേലിക്കെട്ടുകൾ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിങ്ങൾ പുറത്തു വരുവാൻ കഴിയാതെ ചില വേലിക്കെട്ടിന്റെ അവസ്ഥയിലാണോ എന്നത് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ തന്നെ ഒന്ന് പരിശോധന കഴിക്കണമേ എന്ന് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസത്തോടെ ദൈവജനം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ചില വിടുതലുകൾ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ പറഞ്ഞ് അല്ലെങ്കിൽ വചനത്തെ റിസീവ് ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കഴിയാതെ ചില വ്യക്തി ജീവിതങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്നും കുടുങ്ങി കിടക്കുകയാണ്. കൈകെട്ടി അല്ലെങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ കുടുംബത്തിനകത്ത് ചില വേലിക്കെട്ടിനകത്ത് കിടക്കുന്ന കുടുംബമേ, വ്യക്തി ജീവിതമേ, ഹല്ലേലൂയ, കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില പാരമ്പര്യ കെട്ടുകളിലൂടെ, കെട്ടിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സഹോദരി, കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു കെട്ടുകളും ആവശ്യമില്ല. നീ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ നീ ആരാധിക്കുവാൻ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾക്ക് ചില നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്ത് നിന്റെ തലമുറ ഉയർന്നു വരാതെ വണ്ണം ചില ദേശാധിപ ശക്തികൾ, രാജാധികാര ശക്തികൾ ചില കുടുംബങ്ങൾക്കകത്ത് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ പുറത്തിറങ്ങുവാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ, തകർന്നു പോകുന്ന ഹൃദയത്തോടെ ആയിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞേ, പ്രാർത്ഥനയിൽ നീ ശക്തിപ്പെട്. ആരോട് നിന്റെ ദുഃഖമൊന്നും പറയണ്ട. നീ മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലയക്കും, ഒരു വലിയ മിറക്കിൾ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ നന്മ ഹല്ലേലൂയ നിന്നെ തേടി വരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം, യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല. ഇസ്രായേൽ കനാനോട് സമീപിക്കുമ്പോൾ അവിടെ യെരിഹോ പട്ടണം അടച്ചിരുന്നു, ആർക്കും പുറത്തു വരുവാൻ കഴിഞ്ഞില്ല. വചനത്തിന് മുൻപിലായിരിക്കുന്ന ദൈവ പൈതലെ, യെരിഹോ പട്ടണം പോലെ നിന്റെ കുടുംബമായി
ആയിരിക്കുന്നു എങ്കിൽ യെരിഹോവിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടതുപോലെ നിന്റെ കുടുംബം, ഹല്ലേലൂയ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു എങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കൊള്ളണം. പുറത്തിറങ്ങുവാൻ കഴിയാതെ നീ ഭാരപ്പെടുകയാകുന്നു എങ്കിൽ പ്രിയ സഹോദരനെ, സഹോദരിയെ, ആ ധൈര്യപ്പെടരുത്. ഹല്ലേലൂയ, യെരിഹോവിന്റെ വൻമതിലുകളെ തകർത്തവൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം ദീർഘദിന രാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ അടുത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. പറയുക, ദാനിയേൽ, എനിക്ക് നിന്റെ അടുക്കൽ വരുവാൻ കഴിയാത്തത് പേർഷ്യൻ പ്രഭു ദേശാധിപ ശക്തി പെരുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പെരുകിക്കൊണ്ടിരുന്നു. സ്നേഹിത, നിന്റെ ആത്മീക ഭൗതിക ജീവിതത്തിൽ നിന്റെ തലമുറ പുറത്തിറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുകയാണോ? പ്രൈസ് ദി ലോർഡ്. വിട്ടുമാറാത്ത വ്യാധി, ഹല്ലേലൂയ, വിട്ടുമാറാത്ത രോഗം, പ്രൈസ് ദി ലോർഡ്, നിന്റെ കുഞ്ഞിനെ, നിന്റെ തലമുറയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണോ? ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്റെ കുഞ്ഞിന്റെ, നിന്റെ പൈതലിന്റെ രോഗത്തിന് സൗഖ്യം തരുന്ന ദൈവമാ. ഒന്ന് വിശ്വസിച്ചാട്ടെ. നമ്മുടെ ദൈവത്തിന് ഒന്നും ഇതൊരു വിഷയമല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നീ ഭാരപ്പെടുന്ന ഏത് പ്രതിസന്ധി ആയിരുന്നാലും, ഏത് പ്രതികൂല മേഖലയായിരുന്നാലും അതിനെ നിനക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, അന്ധകാരത്തിന്റെ വേലിക്കെട്ടിനകത്താണോ? പ്രൈസ് ദി ലോർഡ്. പൈശാചിക ബന്ധനത്താൽ നീ ഭാരപ്പെടുകയാണോ കുഞ്ഞേ? സഹോദര, മദ്യപാനത്തിന്റെ വേലിക്കെട്ടിനകത്ത് നീ തളർന്നു കിടക്കുകയാണോ? വെളിയെ വരുവാൻ കഴിയാതെ? ആമേൻ, ഹല്ലേലൂയ. എത്രയോ ദൈവദാസന്മാർ പ്രസംഗിച്ചു, എത്രയോ ദൈവദാസിമാർ പ്രസംഗിച്ചു, മദ്യപാനം വിടുവാൻ കഴിയുന്നില്ല. വേലിക്കെട്ടിനകത്ത് നീ ചുരുണ്ടു കൂടിക്കിടക്കുന്ന അവസ്ഥയിലാണോ? ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവ പൈതലേ, വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തുക. ആമേൻ, ഹല്ലേലൂയ. ചിലർ രഹസ്യമായി എന്ത് ചെയ്യുന്നറിയാമോ? രഹസ്യമായിട്ട് ചില നല്ല കൂട്ടായ്മകൾ അന്വേഷിക്കും. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ല ദൈവദാസന്മാരുണ്ടോ, നല്ല ദൈവദാസിമാരുണ്ടോ? എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, നാട്ടിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്, ആന്റി എവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പ്രാർത്ഥിച്ച് പറയുന്ന ദൈവദാസന്മാരെയാണ് അവർക്ക് ആവശ്യമുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു നല്ല കൂട്ടായ്മ ബന്ധത്തിന് വേണ്ടി ഭാരപ്പെടുന്നവർ എത്രയോ പേരാ. കാരണം എന്താണെന്ന് അറിയാമോ എന്റെ പ്രിയ സഹോദരങ്ങളെ? ഹല്ലേലൂയ, ഭവനത്തിനകത്ത് നല്ല ദൈവദാസന്മാരെയോ ദൈവദാസിമാരെയോ കൊണ്ടുവരുവാൻ കഴിയാതെ, അവർക്ക് അന്ന് എത്തിപ്പോലും നോക്കുവാൻ കഴിയാത്ത ആ ഒരു ഭയങ്കരമാർന്ന ഒരു വേലിക്കെട്ടിനകത്താണ് ഇന്നേക്ക് അനേകർ കുടുങ്ങിക്കിടക്കുന്നത്. കാരണം ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞാൽ അയ്യോ ഹല്ലേലൂയ കൂട്ടം വരുന്നെന്ന് പറയുന്ന ഒരു കാലത്തിലാ ഇന്ന് നിങ്ങളും ഞാനും ഒക്കെ വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും അറിയാതെ പറയാ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷെ ഹല്ലേലൂയ എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മളെ കളിയാക്കുമ്പോഴേ ഹല്ലേലൂയ ദൈവങ്ങളെ ഞാൻ ചിന്തിക്കും, ഇങ്ങനെയെങ്കിലും ഒരു ദൈവത്തെ ഒന്ന് വിളിക്കട്ടെ എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവങ്ങളെ, ഹല്ലേലൂയ, ഒരു നല്ല ആരാധന ബന്ധത്തിന് വേണ്ടി കുടുംബമായി ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയാതെ, ഉറച്ചൊരു പാട്ട് പാടുവാൻ കഴിയാതെ, ദൈവത്തിന്റെ വചനമൊന്ന് വായിക്കുവാനോ ധ്യാനിക്കുവാനോ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ പേരെ എനിക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സഹോദരി ഹൈദരാബാദിൽ നിന്ന് വിളിച്ചു പറയാം, എടാ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ എന്റെ വീട്ടിൽ ഞാൻ അനുവദിക്കത്തില്ല. ഗ്രൂപ്പിലൊക്കെ എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ എനിക്ക് എന്നെ അനുവദിക്കത്തില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിൽ മാത്രമേ എനിക്ക് ഉറച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. എത്രയോ പേർ ഭാരപ്പെടുന്ന എത്രയോ പേർ ഇന്നേക്ക് കുടുങ്ങി കിടക്കുകയാണ്. ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് കൊടുക്കുക. നിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ സർവശക്തനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹൃദയഭാരത്തോടെ നിൽക്കുന്ന
ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം ഇടപെടുകയാ. ആരാരൊക്കെയോ വേദനപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. നല്ല ദൈവദാസന്മാരോട്, നല്ല ദൈവദാസിമാരോട് ചേർന്ന് പോകുവാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ കുടുംബത്തിനകത്ത് കൈയടിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാതെ കുടുങ്ങി കിടക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ഞരക്കവും നിന്റെ മൂളലും ഒക്കെ തിരുസന്നിധിയിൽ എത്തുന്ന ഒരു ദിവസമാ. നീ വിടുവിക്കപ്പെടുന്ന ഒരു ദിവസമാ. എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. അടുത്തായിട്ട് ചങ്ങലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രിയ ദൈവ പൈതലേ, എന്താണ് ചങ്ങല? ഇരമ്യാവ് പറയുന്നു, വേലിക്കെട്ടി ചങ്ങല ഭാരമാക്കി എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഇരിക്കുന്ന ഒരു ചങ്ങല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ചങ്ങല ദേശത്തിന്റെ അല്ല, കുടുംബത്തിന്റെ അല്ല, അത് വ്യക്തിപരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുകയാ. ഹല്ലേലൂയ. പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ചിലർ പറയും, എന്റെ ഭവനത്തിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, എന്റെ അളിയനും രക്ഷപ്പെട്ടു, എന്റെ പെങ്ങളും രക്ഷപ്പെട്ടു, എന്റെ ചേച്ചിയും രക്ഷപ്പെട്ടു, എന്റെ അനിയത്തിയും രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൃപ പ്രാപിച്ചു. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. വചനം കേട്ടവർക്ക് സുഖം പ്രാപിക്കുവാൻ കഴിഞ്ഞു. അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരത്ഭുതവും ഉണ്ടായില്ല. ഞാൻ ഇന്ന് ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുക, ബന്ധിക്കപ്പെട്ട അവസ്ഥയില്ല. സ്നേഹിത, നിനക്ക് മാത്രം പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല അല്ലേ? ആമേൻ. ഹല്ലേലൂയ. നിനക്ക് മാത്രം പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല അല്ലേ? സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമാ. ഹല്ലേലൂയ. ഭക്തനായ ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ പോലും ഹല്ലേലൂയ, ദാനിയേൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. 3 നേരവും യെരൂശലേമിനെ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരനെയായി എടുത്ത് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ദാനിയേൽ ജീവനോടെ പുറത്തു വന്നു. എന്റെ പ്രിയരെ, അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നിങ്ങളും ഞാനും ഒക്കെ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ ദൈവം എന്നെ പുറത്ത് കൊണ്ടുവരുന്ന ദൈവം. എത്ര പേർക്ക് വിശ്വാസമുള്ളവർ ഇരിക്കുന്ന ഇടത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എന്റെ കർത്താവ് ചില വേലികളൊക്കെ പൊളിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഹല്ലേലൂയ, അത് വിടുതൽ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകെ പ്രിയമുള്ള ദൈവങ്ങളെ, പലർക്കും ബലഹീനത, ശാരീരിക ബലഹീനത, പലരെയും പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ അവൻ ഹല്ലേലൂയ, ദൈവമക്കളെ, പലരും അകത്ത് കുടുങ്ങിക്കിടക്കിയ ശാരീരിക ബലഹീനത. വേദപുസ്തകം വായിക്കാൻ വായിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, പുസ്തകം വായിക്കുവാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ കുടുങ്ങിക്കിടക്കിയ. എപ്പം നോക്കിയാലും ക്ഷീണം, ഏത് സമയത്തും ക്ഷീണം. അയ്യോ, പലരും പറയാ മാത്ര കഴിക്കുന്ന, ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. കണ്ടോ, ടാബ്ലറ്റിലാണ് അവരുടെ ബലം ഇരിക്കുന്നത്. ടാബ്ലറ്റ് കഴിക്കുക, അല്ലെങ്കിൽ ഞാനങ്ങ് നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേനെ. പക്ഷെ എനിക്ക് ടാബ്ലറ്റ് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പറയുന്ന എപ്പോ വേദപുസ്തകം വായിക്കാതിരുന്നാലും ഉറക്കം എന്നെ അങ്ങ് തള്ളി വീഴുക ഞാൻ. അതുകൊണ്ട് എനിക്ക് പുസ്തകം വായിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞേ, നിന്നെ കെട്ടി വെച്ചിരിക്കുക പിശാചാണവൻ. ഹല്ലേലൂയ. നീ ടാബ്ലറ്റിന്റെ പേര് പറഞ്ഞു, ഉറക്കത്തിന്റെ പേര് പറഞ്ഞു, നീ മന്ദിഭവിച്ച അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സഹോദരനെ, സഹോദരിയെ, കർത്താവിന് വേണ്ടി ഒന്നും ഉണര്, നീ ഒന്ന് എഴുന്നേൽക്ക്. ഹല്ലേലൂയ. വീണ് കിടക്കാതെ നീ എഴുന്നേൽക്ക്. കർത്താവിന് വേണ്ടി നീ ഒന്ന് ജ്വലിക്കുന്ന മകളായി, ഒന്ന് പ്രകാശിക്കുന്ന മകനായി, ഒന്ന് ദൈവത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബലഹീനത ഒക്കെ മാറും, നിന്റെ ശാരീരിക ക്ഷീണം മാറും, നിന്റെ പ്രയാസം മാറും. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയരെ, അർദ്ധരാത്രിയിൽ ആരാധിച്ചപ്പോൾ ആമേൻ, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരുടെ കൈകളിൽ കെട്ടിയിരുന്ന ചങ്ങല എന്ത് ചെയ്തു? അഴിഞ്ഞു വീണു.
പ്രൈസ് ദി ലോർഡ്, അഴിഞ്ഞു വീണു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവർ ഈസിയായിട്ട് പുറത്തിറങ്ങി. ഹല്ലേലൂയ, അവർ ഈസിയായിട്ട് പുറത്തിറങ്ങി. പ്രിയ ദൈവ പൈതലെ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, സഹോദരനോട് കോപിക്കുന്നവൻ, ഇനിയുള്ള കാര്യമാണ് അല്പമായി എല്ലാവരും ശ്രദ്ധിക്കണം. സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. പ്രൈസ് ദി ലോർഡ്. ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. എന്റെ ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നഗരത്തിന് യോഗ്യനാകും. പ്രിയരെ, ചില വ്യക്തി ബന്ധങ്ങളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ച് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കുക. ഇതൊരു അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഈ നിരപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. നിരപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്താണെന്നറിയാമോ? അതായത് പ്രിയരെ, ഞാൻ ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിരപ്പാണോ? അതായത് ആരാധനയാണോ നിരപ്പാണോ പ്രാധാന്യം അറിയിക്കുന്നത് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒന്നാമത്തെ നിന്നും പ്രാധാന്യം കൽപ്പിക്കേണ്ട നിരപ്പാണ്. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവ് പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കണമെങ്കിൽ നിശ്ചയമായും അത് പ്രാപിച്ചിരിക്കണം എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അതിന്റെ 5:26 പറയുന്നത്, ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരോളം നീ അവിടെ നിന്ന് പുറത്ത് വരികയില്ല. പ്രിയ ദൈവ പൈതലെ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഒരു വ്യക്തി നിരപ്പ് പ്രാപിച്ചിട്ടില്ല എങ്കിൽ അവന് പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന് പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവ പൈതലെ, ഫസ്റ്റ് ഓഫ് ഓൾ നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. രണ്ടാമത് മനുഷ്യനോട് നിരപ്പ് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവ പൈതലെ, ഫസ്റ്റ് ഓഫ് ഓൾ നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. രണ്ടാമത് മനുഷ്യനോട് നിരപ്പ് പ്രാപിക്കണം. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആ 15-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ ആ മുടിയനായ പുത്രൻ അവൻ മനം തിരുമ്പി, അല്ലെങ്കിൽ മാനസാന്തരമുണ്ടായി, അവനൊരു മാറ്റമുണ്ടായി, അവൻ തിരികെ വരിക, അപ്പന്റെ അരികിലേക്ക് വരാനായിട്ട് അവൻ ഭാവിക്കുമ്പോൾ തന്നെ അവൻ ഉറച്ച തീരുമാനമെടുത്തു. എന്താ അവൻ ചിന്തിച്ചെന്നറിയാമോ? എന്റെ അപ്പനോട് പോയി പറയണം, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പ്രിയരെ, ഇവിടെ നാം കാണുന്നത് ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ അപ്പനോടും സ്വർഗത്തോടും അവൻ പാപം ചെയ്തു എന്നുള്ള ബോധം അവൻ ഉണ്ടായിട്ട് ആലടി അവൻ നിരപ്പ് പ്രാപിക്കുകയാണ്. അതിനുശേഷമാണ് അവൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത് തന്നെ. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തോട് നിരന്നു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് നിരന്നു കൊള്ളുവീൻ. എന്താണ് പ്രിയരെ നിരപ്പ്? അകന്നു പോയ ബന്ധങ്ങളെ ഒന്നുകൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ് നിരപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലരൊക്കെ നിരക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ പ്രിയരെ? ചിലതൊക്കെ അങ്ങ് നിരത്തി അങ്ങ് വിടും. അങ്ങനെ നിരത്താനല്ല പറഞ്ഞത്, അത് നിരപ്പല്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്പം കൂടെ ഉദാഹരണത്തോടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അരയടി കയറ്റി വെച്ച് അതിൽ മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയരെ, അതെന്ത് ചെയ്യണം? ഇറക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, അരയടി കയറ്റി വെച്ച് മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം ദൈവമക്കളെ? അത്
ഇറക്കി കൊടുക്കണം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, നീ പുറത്ത് കിടക്കും, നീ വെളിയെ വരത്തില്ല, വാതിൽ നിനക്കടഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ വാതിൽ അടഞ്ഞു പോകും സഹോദരാ, നിനക്ക് പുറത്ത് വരുവാൻ കഴിയാതെ പോകും എന്നാണ് വ്യക്തമാക്കുന്നത്. ദൈവത്തിന് നിരക്കാത്തത് എന്തെങ്കിലും നിന്റെ ഭാഗത്തുണ്ടോ എന്ന് നീ ചിന്തിച്ചു കൊള്ളണം. നിന്റെ വാക്കില്, ചിന്തയില്, പ്രവൃത്തിയില്, നോട്ടത്തില്, കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നീ പരിശുദ്ധത്തോടു കൂടി ആണോ ജീവിക്കുന്നത് ഈ നാളുകളിൽ എന്നത് നമ്മെ തന്നെ ഒന്ന് പരിശോധന കഴിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ നിശ്ചയമായും നിന്റെ തലമുറ മാത്തിൽ കെട്ടിനകത്ത് നരകിച്ചു പോകും എന്നത് ഓർത്തുകൊള്ളണം. അയ്യോ ദൈവദാസനെ, എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ദൈവദാസിയെ, എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്റെ തലമുറ ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല, അവൻ തകർന്നു പോകുന്നു. എന്താ അതിന്റെ കാരണം? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കുഞ്ഞേ, നീ തിരിഞ്ഞു ചിന്തിക്കണം. നിന്റെ കടന്നകാല ജീവിതത്തില് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തോട് നീ നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ട് എങ്കിൽ നിശ്ചയമായും അത് നീ പ്രാപിച്ചതിന് ശേഷമേ നീ പ്രാർത്ഥനയ്ക്ക് നീ മുട്ടുമടക്കാവൂ. ഇല്ല എങ്കിൽ നിന്റെ തലമുറ നരകിച്ചു പോകും, പുറത്ത് കിടക്കാൻ കഴിയാതെ അകത്ത് കുടുങ്ങിപ്പോകും എന്ന് ഞാൻ ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ ഇന്ന് ഈ വചനം കേട്ട ദൈവജനത്തിന് ഇരിക്കുന്ന ഇടത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പാ, ഞാൻ മടക്കി കൊടുക്കാം. അപ്പാ, എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പണമുണ്ട്? അപ്പാ, ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം, ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. അവൻ യേശു പറയുന്നു, അവസാന കാശ് വരെ എന്ത് ചെയ്യണം? മടക്കി കൊടുക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവ പൈതലെ, ഇയ്യോബിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 34 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബ് പറയുകയാ, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ട്, ആമേൻ, വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ എന്ത് ചെയ്തു? വാതിലിന് പുറത്ത് ഇറങ്ങാതെ മിണ്ടാതിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇയ്യോബിന് പുറത്തിറങ്ങുവാൻ കഴിയാത്തത് എന്താണ് പ്രിയരെ? പുരുഷാരം പോകുന്നതിന്, ഹല്ലേലൂയ, പോകുന്നിടത്ത് എനിക്ക് പോകുവാൻ കഴിയുന്നില്ല. അയ്യോ പറയാ, പുരുഷാരം പോകുന്നിടത്ത്, കടന്നു വരുന്ന ഇടത്ത് എനിക്ക് പോകുവാനായിട്ട് കഴിയുന്നില്ല. വംശക്കാരുടെ നിന്ന, ഹല്ലേലൂയ, എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഭക്തനായ ഇയ്യോബ് വിളിച്ചു പറയുക. പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, സാമ്പത്തിക തകർച്ചകൾ, കടബാധ്യതകൾ, ചില വ്യാധി, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർ, ഹല്ലേലൂയ, എത്ര പേർക്ക് സമർപ്പണമുണ്ട്? കർത്താവേ, എനിക്ക് തന്നിരിക്കുന്ന, എനിക്ക് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രോഗത്തിനൊരു വിടുതലപ്പച്ചൻ അയച്ചേ മതിയാകുകയുള്ളൂ. കർത്താവേ, ഈ രോഗമുള്ളത് കൊണ്ട് എനിക്ക് എന്ത് തല കാണിക്കുവാൻ, വെളിയെ ആരുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. എന്റെ ഈ രോഗമുള്ളത് എന്റെ ഭാര്യയോട് പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ഈ രോഗം എന്റെ ഭർത്താവിനോട് പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ രോഗം, ആ കുഞ്ഞുങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. അപ്പാ, എനിക്ക് ഒരു കാരണവശാലും തല പുറത്ത് കൊണ്ടുവരുവാൻ, എനിക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല അപ്പാ എന്ന ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമായത്. ഹല്ലേലൂയ. നീ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നടത്തുക. കടബാധ്യത നിമിത്തമായി ഹല്ലേലൂയ പുറത്തിറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, കടൽ ബാധ്യതകൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മേഖല വല്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു തരത്തിലും പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും കടൻകാരനെ വിഴുങ്ങിക്കളയും. അത്തരത്തിൽ ഞാൻ ഭാരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു തരത്തിലും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു സ്റ്റെപ്പ് കൂടെ എനിക്ക് മുമ്പോട്ട് വെക്കുവാൻ കഴിയാത്ത തരത്തിൽ ഞാൻ ഭാരപ്പെടുകയാണ് എന്ന് ഭാരം തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞേ, മത്സ്യത്തിന്റെ വയറ്റിലും ദൈവം ബ്രഹ്മപ്പണത്തെ സൂക്ഷിക്കുന്നവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പത്രോസിനെ കരം കെട്ടുവാൻ ബ്രഹ്മപ്പണത്തെ മത്സ്യത്തിന്റെ വയറ്റിൽ സൂക്ഷിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയില്ലേ? അതുകൊണ്ട് ഭാരങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, മനുഷ്യന്റെ മുഖത്തേക്ക് അല്ല. പിന്നെയോ യേശുവിന്റെ മുഖത്തേക്ക് നിനക്ക് നോക്കുവാൻ കഴിയുമോ? നിന്റെ വിഷയത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിയും.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നെ അടച്ചു പൂട്ടുന്ന ചില നിന്ദകളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മക്കളെ കുറിച്ച് ഭാരമില്ല. കുഞ്ഞുങ്ങളൊക്കെ പ്രായമായപ്പോൾ ഓരോ നിമിഷവും കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയാണ്. അയ്യോ എന്റെ മകൻ, അയ്യോ എന്റെ മകൾ എവിടെ ചെന്നാ മറ്റുള്ളവരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും. ദുഃഖം, കുഞ്ഞുങ്ങളെ വരുത്തി വെക്കുന്ന നിന്ദകൾ, അപമാനങ്ങൾ നിമിത്തമായി തല നിവരുവാൻ കഴിയാത്ത മാതാപിതാക്കളെ, വചനത്തിന് മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിന്റെ നിന്ന നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന അത് കർത്താവിന്റെ തിരുസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നീ പുറത്തു വരും, നീ പുറത്തു വരുന്ന ഒരു ദിവസമായത്. എത്ര പേർക്ക് ഹല്ലേലൂയ ആത്മാവിൽ ഹല്ലേലൂയ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? കർത്താവ് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ഹല്ലേലൂയ നിന്നെ സഹായിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ നിന്ന മാറി. ആമേൻ, ഹല്ലേലൂയ. നിന്റെ മേലുള്ള ശാപം മാറും. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെട്ടൊരു മകളായി മാറും, അനുഗ്രഹിക്കപ്പെട്ടൊരു മകനായി മാറും. ദേശത്ത് അനേകർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നിന്നെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ പോകുക. എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ദൈവമേ നീ എന്റെ ദുർഗമാകുന്നു, നീ എനിക്ക് മറവിടമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ. പലപ്പോഴും ദാവീദ് രാജാവ് വനാന്തരങ്ങളിലും കാടുകളിലും മേടുകളിലും ഒക്കെ ആയിരുന്നു ദാവീദ് രാജാവിന്റെ ജീവിതം എന്ന് നമുക്കറിയാം. എന്നാൽ ദാവീദിനോട് നമുക്ക് ചോദിക്കാം, എന്താ ദാവീദ് രാജാവേ പുറത്തിറങ്ങുവാൻ കഴിയാതെ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാവീദ് ഒറ്റ മറുപടി പറയും, ശൗൽ എന്നെ പിന്തുടരുകയാണ്, ശൗൽ എന്നെ പിന്തുടരുകയാണ്. നമുക്കറിയാം, ഹോരോബിലേക്ക് ചെന്നാൽ ഗുഹയ്ക്കകത്ത് ഏലിയാവ് ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന് പുറത്തിറങ്ങുവാൻ കഴിയാതെ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുക ഭക്തനായിരിക്കുന്ന ഏലിയാവിനോട് ചോദിക്കാം, ഏലിയാവേ എന്താണ് സംഭവിച്ചത്? എന്താ ഇപ്പോൾ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നത്, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഏലിയാവ് പറയും, ആമേൻ, ഇസബേൽ എന്നെ പിന്തുടരുകയാ. ഓ ഗ്ലോറി, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇസബേൽ എന്നെ പിന്തുടരുകയാ. സ്നേഹിത, മനുഷ്യന് പ്രാണഭയം നേരിടുമ്പോൾ പുറത്തിറങ്ങുവാൻ കഴിയാതെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദര ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ പുറത്തിറങ്ങുവാൻ കഴിയാതെ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ശത്രുഭയം നേരിടുമ്പോൾ പുറത്തിറങ്ങുവാൻ കഴിയാതെ വരും. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയാണോ? അയ്യോ എന്റെ കർത്താവ്, എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് നാട്ടിൽ നിന്ന് ഒരു സഹോദരൻ ഒരു 2 ആഴ്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല മദ്യപാനിയാ. അതുപോലെ തന്നെ ഹാൻഡ്സും മറ്റുമൊക്കെ എന്തൊക്കെയോ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കും. ഞാൻ അങ്ങനെ വീട്ടിലിരിക്കാറില്ലല്ലോ. പകൽ വീട്ടിലിരുന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഇദ്ദേഹം അടുത്തിരുന്നല്ലേ അങ്ങ് തുപ്പി വെക്കുക. നല്ല ഒന്നാന്തരം വീടാ, അതിനകത്ത് അവിടെ എല്ലാം അങ്ങ് തുപ്പി വെക്കുക. എന്നിട്ട് ഇദ്ദേഹം പറയാ, ഞാനേ മദ്യപാനിയാ, പക്ഷെ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് മദ്യം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്തൊരു ഭാരത്തോടു കൂടിയാ പറയുന്നത്. അദ്ദേഹം പറയാം, എനിക്ക് മദ്യം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന്. നോക്കണം ദൈവ പൈതലേ, ഞാൻ അദ്ദേഹത്തോട് ഒരു വാക്ക് പോലും പറയാൻ പോയില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമുള്ള വീടായത്. ഈ വീട്ടിൽ വരുന്നവർ നിശ്ചയമായും നീ ആ മദ്യം ഉപയോഗിക്കാൻ നിന്നെ കർത്താവ് വിടത്തില്ലെന്ന് നിന്റെ മനസ്സ് ഇങ്ങനെ നിറയോടുകൂടി ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹം നാട്ടിൽ പോയിപ്പോ. എന്നാൽ എന്റെ ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, വിടാൻ കഴിയാത്ത പാപം, വിട്ടുപോരാൻ കഴിയാത്ത ഭാരം, ആ പാപം ഇന്ന് പലരുടെ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ജോസഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എന്റെ പ്രിയരെ, ഹല്ലേലൂയ, ആ ജോസഫിന്റെ ജീവിതത്തിൽ തന്റെ വസ്ത്രമെല്ലാം താൻ വലിച്ചെറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം ഓടി. എന്തിനാണെന്നറിയാമോ? അയ്യോ എനിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അയ്യോ എനിക്ക് പാപം വേണ്ട, പാപത്തിൽ നിന്ന് എനിക്ക് വിടുവിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് യോസഫ് ഒരൊറ്റ ഓട്ടത്തെ ഓടി. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലേ, പാപത്തെ വിട്ട് നിനക്ക് വിളകുവാൻ കഴിയാതെ, നിനക്ക് പുറത്തു വരുവാൻ കഴിയാതെ നീ ഭാരപ്പെടുകയാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിടുവിക്കുന്ന ദിവസമാ, പുറത്തിറക്കുന്ന ദിവസമാ. പാപ
പാപത്തെ വിട്ട് വിലക്. പാപത്തിന്റെ അന്ധകാരത്തിലേക്ക് നീ താണു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കേ. എന്നിലുള്ള ഈ പാപത്തിന്റെ കറ എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. പരിശുദ്ധനായ ദൈവത്തെ ഞാൻ പരിശുദ്ധത്തോടുകൂടെ സ്തുതിക്കുവാൻ എന്നെയും സഹായിക്കണമേ എന്ന് ഇരിക്കുന്ന ഇടത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഒന്ന് സമർപ്പിച്ച് കൊടുക്ക്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോവുക. കാരണം ഇവിടെ മഴ എടുത്തു കഴിഞ്ഞ് ഭയങ്കര മഴയുടെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കരണ്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്, നെറ്റിന്റെയും പ്രശ്നം വരും. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. പാപത്തെ വിട്ട് ഓട്, പാപത്തെ വിട്ട് വിലക്. ഹല്ലേലൂയ. സകലവും ദൈവം നിനക്ക് വേണ്ടി നന്മയായി ചെയ്യും. പ്രിയ ദൈവ പൈതലെ കുഞ്ഞെ, പാപത്തെ വിട്ട് നീ ഓടുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലാ എങ്കിൽ ഹല്ലേലൂയ ദൈവ പൈതലെ നിനക്ക് പാപത്തെ വിട്ട് വിടുവാൻ കഴിയുന്നില്ലയോ? സമർപ്പിച്ചാട്ട്, ദൈവസന്നിധി സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടത്ത് ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. കർത്താവേ, എന്നെ പാപത്തിൽ നിന്ന് ഒന്ന് വിടുവിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, പുറത്തിറങ്ങുവാൻ നിന്നെ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. അതിന്റെ ആത്മീക ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുകയാണോ? ശുശ്രൂഷ മേഖലകളിൽ വിശാലതയില്ലാതെ ഭാരപ്പെടുകയാണോ? ആത്മാക്കളെ നേടുവാൻ കഴിയാതെ ഭാരപ്പെടുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ആത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഒരു മനസ്സിന്റെ എന്റെ അനുഭവം ഞാൻ എപ്പോഴും പറയാം. ദൈവമക്കളെ, ഞാൻ മെസ്സഞ്ചറിൽ പോകാറുണ്ട്. എന്തിനാണെന്നറിയാം? മെസ്സഞ്ചറിൽ പോകും, ഞാൻ ആരെങ്കിലും പുതുതായിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആകെ ചോദിക്കുന്ന 3 ചോദ്യമുള്ളൂ. പിന്നീട് ഞാൻ അവരോട് സംസാരിക്കാറില്ല. എനിക്ക് ചോദിക്കാനുള്ളത് 3 കാര്യമാ. താങ്കളുടെ പേരെന്താണ്, ഏതാണ് ദേശം, ഏതാണ് സഭ, ഈ കാര്യങ്ങൾ മാത്രം ഞാൻ ചോദിക്കും. ചോദിച്ചടുത്ത് ഞാൻ പെട്ടെന്ന് പറയും, എനിക്കൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, പ്രയർ ഗ്രൂപ്പിൽ ചേർന്ന് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കും. താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തി രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ ഞാൻ അവിടെ വിട്ട് ഞാനിക്ക് പോരും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. നമ്മളെ പോലെ ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പലരും കുടുങ്ങിക്കിടക്കുകയാ. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ, വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. സഭകളിൽ വിശ്വാസികൾ കുറഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താ? നിങ്ങളും ഞാനുമാണെന്നേ, വേറെ ആരുമല്ല. അവർ ചെയ്യുന്ന പാപമാണെന്ന് വിചാരിക്കരുത്. നിങ്ങളും ഞാനുമാ. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന അവരെ വിടുവിക്കുമെന്നേ, അവരെ കൊണ്ടുവരും. അവരെ എവിടെ എത്തിക്കണമോ അവിടെ എത്തിക്കും. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന വിജയത്തിന്റെ രഹസ്യമാ. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലേ, ആത്മീക ഉന്നതി പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ സമയത്ത് നിങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ള സമയമുണ്ട്. കർത്താവ് നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും. നല്ല കൂട്ടായ്മ ബന്ധം വേണം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നല്ല ദൈവദാസന്മാർ വേണം, നല്ല ദൈവദാസിമാർ വേണം. അതുപോലെ തന്നെ സഭാവിശ്വാസികൾ വേണം. ഏത് നിമിഷവും പ്രാർത്ഥനയും പാട്ടുമുള്ള ആത്മാവിൽ ബലപ്പെടുന്ന ദൈവജനത്തെ കർത്താവ് നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലരോട് പറയാറുണ്ട്, ആത്മാവിനെ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുറവാത്. നമ്മൾ ആരോടും സുവിശേഷം പറയാറില്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കിടക്കുകയാണ്. അയ്യോ പാവം, പിന്നെ എങ്ങനെ നീ ആത്മാവിനെ നേടും? കുഞ്ഞേ, ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ നീ താണിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു, നിന്റെ ഒരു നിമിഷമേ നിന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളൂ. അത് നീ കർത്താവിന് വേണ്ടി ചിലവഴിക്ക്. നിന്റെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരും. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവസന്നിധിയിൽ എത്ര പേർക്ക് സമർപ്പിക്കുവാനായി കഴിയും? കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമെന്നേ. എന്റെ ദൈവത്തിന് സാധ്യമായ കാര്യങ്ങളില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാൻ പോകുക. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നോർത്ത് ഈ നാളുകളായി നമുക്കൊന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കൂട്ടുജനത്തെ, വിശ്വാസികളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, ചാർച്ചക്കാരെ ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലൻ എന്ന്
എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ആകയാൽ പ്രിയ ദൈവ പൈതലെ, ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെടുകയാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന വിഷയം ഏത് വിഷയമായിരുന്നാലും ദൈവമായി കർത്താവ് നിന്നെ ആ വിഷയത്തിൽ നിന്ന് നിന്നെ വിട്ടുപിച്ച് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം വന്ന കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആയിരുന്നാലും ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും, വിട്ടുവിക്കുക തന്നെ ചെയ്യും. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കേട്ടതായ ഈ തിരുവചനം കർത്താവേ അപ്പാ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിലും ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിലും അത് വലിയ നന്മയെ കൊണ്ടുവരുന്ന ഒരു വലിയ വിഷയമായി കർത്താവ് എല്ലാ ഹൃദയങ്ങളോടും കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവിക സാന്നിധ്യത്തിന്റെ മറവിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. ഏതെങ്കിലും വിഷയത്തിൽ വെളിയെ പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള വേദനയിൽ കർത്താവെ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ, ആരെങ്കിലും പുറത്തിറങ്ങുവാൻ കഴിയാതെ കുടുങ്ങിപ്പോയ അവസ്ഥയിൽ ആയിരിക്കുന്നു എങ്കിൽ, ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ അവർ സ്വതന്ത്രരായി എന്ന് അവർക്കൊരു ബോധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവരുടെ ഹൃദയങ്ങളോട് എന്റെ അപ്പൻ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല നന്മകളാൽ അപ്പച്ച നിറയ്ക്കണമേ അപ്പ. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഇതുവരെയിലും ആരംഭം മുതൽ അവസാനം വരെ വചനത്തിന് മുൻപിൽ താണിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, എനിക്ക് വചനം ഘോഷിക്കാൻ തക്കണം സന്ദർഭം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിന്റെ കുടുംബത്തോടുള്ള വ്യക്തിപരമായ നന്ദിയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുകയാണ്, കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ മനസ്സൊരുക്കമുള്ള ദൈവമാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങൾ ഭാരപ്പെടേണ്ട, ധൈര്യപ്പെടേണ്ട. നമ്മുടെ കർത്താവ് ഏത് നിമിഷവും എല്ലാ നാളും എപ്പോഴും നമ്മോട് കൂടെയുള്ള ദൈവമാണ്. വിശ്വാസത്തോടുകൂടി നിങ്ങൾ വചനത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർ യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന ഒരു അക്കൗണ്ടും റോസ്ലിൻ സുരേഷ് എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനൽ, 2 ചാനൽ അത് സജീവമാണ്. നിങ്ങൾക്ക് അതിലെ ഷോർട്ട് മെസ്സേജസ്, ആശ്വാസപ്രദമായ വചനം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും എന്നതും ഞാൻ ഈ സമയം ഓർമ്മിപ്പിച്ചുകൊണ്ടും, പ്രിയ ദൈവങ്ങളെ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ പ്രിയരെ ബുധനാഴ്ച രാത്രി 9 മണിയായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ കടന്നു വരിക. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പറയുന്നതിന് മുൻപ് ഈ ഓൺലൈൻ ഉണ്ടായിരുന്ന എൻ്റെ എൻ്റെ അഡ്മിന്മാർ, റോസ് ഫാമിലിയുടെ എൻ്റെ അഡ്മിന്മാർ, എൻ്റെ വിലപ്പെട്ട കർത്തൃദാസന്മാർ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, നിങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.